ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇപ്പം നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു പെൻസിൽ ഡ്രോയിങ് ആയിട്ടാണ്. അതാണ് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. തന്നെ 4Hൻ്റെ ഒരു പെൻസിലാണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡർ, 6Bയുടെ ഷെയ്ഡറാണ്. ഏത് ഷെയ്ഡർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ അപ്സരയുടെ ഒരു പെൻസിലാണ് എടുത്തേക്കുന്നത്, ഇച്ചിരി ഡാർക്കാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 12Bയുടെ ഒരു പെൻസിൽ, പിന്നെ 6Bയുടെ തന്നെ വേറൊരു പെൻസിലാണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡർ പോലെ തന്നെ ഒരു സാധനം, അതിങ്ങനെ ആക്കുമ്പോൾ എല്ലായിടത്തും പടരുന്ന സാധനമാണ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ റബ്ബർ, കട്ടർ, സ്കെയിൽ, ഇത്രയാണ് എടുത്തേക്കുന്നത്. തന്നെ നമുക്ക് ഡ്രോയിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ 4Hൻ്റെ പെൻസിലാണ് എടുത്തേക്കുന്നത്. അത് വെച്ചാണ് നമ്മൾ ആദ്യം തന്നെ വരച്ചു തുടങ്ങുന്നത്. നമ്മൾ ഇങ്ങനെ നീളത്തിൽ തന്നെ ആദ്യമേ വരയ്ക്കുക. നമ്മൾ കറക്റ്റ് ഇത് കണ്ടുപിടിക്കുക. ഇപ്പോൾ നമ്മൾ 0 തൊട്ട് 1 വരെയുള്ള ഇതാണ് എടുക്കുന്നത്. ഇവിടെ അങ്ങനെയാണ്, 0 തൊട്ട് 1 വരെയുള്ള എടുക്കണം. മാറിപ്പോവരുത്, കാരണം ആ ഒരു രീതിയിലാണ് നമ്മളിത് വരച്ചിരിക്കുന്നത്. നമ്മളിത് കൂട്ടി വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ 2 സൈഡും ഒന്ന് മായ്ക്കുക. പിന്നെ നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കുക. ഒരു വട്ടത്തിലൊരു ഷേപ്പായിട്ട് കിട്ടും. ഇത് നമുക്കൊന്ന് ഡാർക്കാക്കാം. ഞാനിപ്പോൾ ഇത്രയൊക്കെ വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യം എന്തായിരുന്നു പിടികിട്ടി കാണും. അപ്പോൾ ആ പിടികിട്ടിയത് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക എന്താ ഞാൻ വരയ്ക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു ചാൻസും കൂടെ ഉണ്ട്. ആ ചാൻസും കൂടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാകും. ഞാനിവിടെ ഒരു വട്ടം വരച്ചു. ഇപ്പം എന്താണ്, ചിലവർക്ക് പിടിയിട്ട് കാണാം, ചിലവർക്ക് പിടിയിട്ട് കാണിക്കില്ല. അപ്പോൾ ഞാൻ എന്താ ഇവിടെ വരയ്ക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിവിടെ ഓടക്കുടലാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ വരച്ചതിന് ശേഷം അതിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ വീണ്ടും ഒരു 2 വര വരച്ചെടുക്കുമ്പോൾ അതിനുശേഷം ഇവിടെ അതുപോലെ തന്നെ 2 വരയാണ് വരച്ചെടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ 4 ഇതാണ് വരയ്ക്കണം. ആദ്യം തന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. ഇതിൻ്റെയൊക്കെയാണ് ഞാൻ വേറൊരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. അത് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇതാണ് സാധനം. ചില ഡ്രോയിങ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിലൊക്കെ ഇത് ഇരിക്കുന്ന കാണാൻ പറ്റും. അതാണ് ഇത്. ഇതിൻ്റെ തന്നെ സ്മൂത്ത് ഉണ്ട്, സ്മൂത്ത് അല്ലാത്തതുണ്ട്. ഇത് HB ആണ്, ഇത് 4B ആണ്, ഇത് 2B ആണ്. അങ്ങനെ ഒരു സാധനമാണ് ഇതും. അതുപോലെ തന്നെ ഒരു ഷെയ്ഡ് ചെയ്യുന്ന സാധനമാണ്. നമ്മൾ ഇത് വെച്ച് നല്ലോണം ഒന്ന് കുറച്ചെടുക്കുക. ഏറ്റവും ലാസ്റ്റാണ് ബാക്കി ഷെയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നിങ്ങനെ തന്നെ വരച്ചെടുക്കാം. ഇവിടെ വരയ്ക്കുന്നത് നമ്മൾ ഇടവിട്ട് 4 എണ്ണം വരയ്ക്കണം.
നമ്മൾ ചെയ്യേണ്ടത് സ്കെയിലെടുത്തിട്ട് നമ്മൾ ഈ ഒരു വരയ്ക്കകത്തുനിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഇത് വരയ്ക്കണം നീളത്തിൽ. അത് കഴിഞ്ഞ് അപ്പുറത്തെ വരയിൽ വെച്ചിട്ട് ഇച്ചിരി കൂടെ വലുത് വരയ്ക്കണം. അങ്ങനെ നമ്മളിങ്ങനെ വലുത് വരച്ച് താഴോട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. നമ്മളിവിടെ അങ്ങനെ തന്നെ വരച്ചെടുക്കാൻ തന്നെ ഇവിടെ ഒരു ചെറുത് നമ്മളിവിടുന്ന് ഇങ്ങനെ അളവെടുത്ത് നോക്കണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. ഞാൻ 0-ൽ നിന്നാണ് അളവെടുത്ത് തുടങ്ങുന്നത്. പൂജ്യത്തിൽ നിന്ന് 1 വരെയാണ്. പിന്നെ രണ്ടാമതും അതുപോലെ തന്നെ നമ്മൾ 0-ൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ ഇതുപോലെ തന്നെ കുറച്ചും കൂടി ഇങ്ങനെ അളവെടുത്ത് ചെയ്യുമ്പോൾ ചിലവർക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോൾ തെറ്റും. അപ്പം അങ്ങനെ തെറ്റാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ 2 വശത്തും ഇത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വശത്ത് നിന്ന് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞ് ഇവിടെ 1 2 3 എണ്ണിക്കൊണ്ട് നമ്മൾ ചെയ്യുക. ഇങ്ങനെ നമ്മൾ എല്ലായിടത്തും ചെയ്യണം. അപ്പം നമ്മൾ ഇതെല്ലായിടത്തും വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കണം. ശേഷം നമ്മളിത് ഇവിടെ നിന്നിങ്ങനെ ഒരു സാധനം വരയ്ക്കണം. ശേഷം അതിൻ്റെ അകത്ത് ഇതുപോലൊരു കുഞ്ഞു സാധനം വരയ്ക്കുക. പിന്നെ അതിൻ്റെ പുറത്ത് കൂടെ വലുത് വരയ്ക്കുക. ഇപ്പം ഏകദേശം പിടിയിട്ട് കാണും ഇതെന്താ വരയ്ക്കുന്നതെന്ന്. ഇപ്പം ഈ വരയ്ക്കുന്ന എന്താണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പേര് എന്താണ് കമൻറ്റ് ചെയ്തവർ ആൻസർ ശരിയാണോ എന്ന് നോക്കാം. ഇതാണ് മയിൽപ്പീലി. സിമ്പിളാണ് വരയ്ക്കാൻ. വെറുതെ ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. മേളോട്ടും താഴോട്ടും ഇങ്ങനെ ആക്കിയാൽ മതി. സിമ്പിളാണ് മയിൽപ്പീലി. ചിലവർക്കൊക്കെ മയിൽപ്പീലി വരയ്ക്കാൻ അറിയാം, ചിലവർക്ക് അറിയത്തില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് കാണിക്കുന്നത്. അപ്പം നമ്മൾ മയിൽപ്പീലി വരച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കൃഷ്ണൻ്റെ ഓടക്കുഴൽ സെറ്റായി. നമുക്കൊരു പണിയും കൂടെ ഉണ്ട്. ആകെ ഒരു പണി. നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്ത് വെക്കാം. ഇങ്ങനെ എല്ലായിടത്തും ചെയ്യാം.
പക്ഷെ നമ്മൾ ഇതിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ ഇങ്ങനെയാണ് വരച്ചെടുക്കുന്നത്. നമ്മളിത് പകുതി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫുൾ ഒന്ന് ഡാർക്ക് ആക്കി എടുക്കാം. തന്നെ നമ്മൾ ഷെയ്ഡർ പെൻസിൽ എടുത്തതിന് ശേഷം നമ്മുടെ മയിൽപ്പീലി ഒന്ന് ശരിയാക്കും. അപ്പോൾ നമ്മളിത് മയിൽപ്പീലി വരച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സംഭവം എടുത്തതിന് ശേഷം ഫുള്ള് അതിൻ്റെ നടുക്ക് ഫുള്ള് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കും. പിന്നെ നമ്മളുടെ 6B പെൻസിൽ എടുത്തതിന് ശേഷം അതൊന്നും കൂടെ ഒന്ന് ഡാർക്കാക്കി വരയ്ക്കുക. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് നമ്മുടെ 12B ആണ്. അതിനുശേഷം നമ്മുടെ ഹോളൊക്കെ ഒന്ന് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇവിടുത്തെ ഹോളും കൂടെ നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു ഷെയ്ഡർ എടുത്തതിന് ശേഷം 4B ആണ് എടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ഈ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മുടെ ഇത് വെച്ചൊന്ന് ഫുള്ളായിട്ടൊന്ന് എടുക്കാം. ഇത് വെച്ച് അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പണിയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ ഷെയ്ഡർ വെച്ചൊന്ന് ഇതൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ കൃഷ്ണനെന്ന് നമ്മുടെ ഇവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ്റെ ഓടക്കുഴൽ ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ടാറ്റ.